ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ അവർ ബാഗ്. എല്ലാവരും കൂടെ സെപ്പറേറ്റ് ബാഗ് എടുത്തിട്ടില്ല, ഒരൊറ്റ ബാഗും ഒരു പേഴ്സണുണ്ട്. അപ്പോൾ വാട്ട്സ് ഇൻ അവർ ബാഗ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ അവർ ബാഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരുടെ കയ്യിലല്ല, എൻ്റെ കയ്യിൽ ബാഗിൽ, ഇവരുടെ കയ്യിൽ ഒരാളുടെ ബാഗും ഒരാളുടെ പേഴ്സും ഉണ്ട്. ഞാൻ ബാഗ് പിടിക്കുന്ന ആളാണ്. അതെ, ഇവളാണ് എല്ലാവരുടെയും സാധനം എന്റെ കയ്യിലായിരിക്കും. അതെ, ഞാൻ എല്ലാം എന്റെ വിചാരിക്കുന്നത് പലവരുടെ ആയിരിക്കും. ഞാൻ ബാഗ് ക്യാരി ചെയ്യുന്ന ഒരാളല്ല. ലിന്നിന്റെ ആയിരിക്കും എല്ലാ സാധനങ്ങളും. ലിന്ന് ബാഗൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ബാഗാണ്. പിന്നെ അലീനയുടെ പേഴ്സാണ്. അലീനയാണ് ഞങ്ങളുടെ ബാങ്കർ. റിനി ഇല്ലെങ്കിൽ പിന്നത്തെ ഞങ്ങളുടെ അസിസ്റ്റന്റ് ബാങ്കർ അലീനയാണ്. അപ്പൊ അവളുടെ കയ്യില് മറ്റേ ലൈസൻസ്, പിന്നെ ATM കാർഡ്, ആധാർ കാർഡ്, ചിലപ്പോ പാസ്പോർട്ട് വരെ ഉണ്ടാവും. അങ്ങനെ എല്ലാം ക്യാരി ചെയ്യുന്ന ഒരാളാണ് അലീന. അപ്പോ നമുക്ക് അവരുടെ ബാഗിലും പേഴ്സിലും എന്താന്ന് നോക്കാം. എന്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ആകെ കൂടി ക്യാരി ചെയ്യുന്നത് എന്റെ ഫോണും പിന്നെ ലിപ്സ്റ്റിക്കും ആണ്. അത് ഇവർ ആരുടെങ്കിലും കയ്യിലായിരിക്കും ഉണ്ടാവും. അപ്പൊ രണ്ടവരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ ലിൻ, ആർ യു റെഡി? ഓക്കെ, അപ്പൊ ലിന്നിന്റെ ബാഗാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണേ. ലിന്നെ കാണിച്ചോളൂ ബാഗിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചോളൂ. ഈ ബാഗ് എവിടെ നിന്ന് മേടിച്ചതാ? ബാഗ് ലുലുന്ന് വാങ്ങിയതാ. കുറെ നാളായിട്ടാ, കുറെ നാള് മുന്നേ വാങ്ങിയതാ. കുറെ നാളെന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷം മുന്നേ വാങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ, ലുലു തുടങ്ങിയിട്ട് അങ്ങനെ തോന്നുന്നു. നീ കൂടുതൽ കാര്യങ്ങൾ പറയണ, നീ തുറന്നോളൂ. ഓക്കെ, ആദ്യം എന്റെ കൈ കിട്ടിട്ട് സിയുടെ ഫോണാണ്. ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് ലിന്ന് ഭയങ്കര ഷൈ ആയിട്ടാണ്. അതൊക്കെ ഷൈ ഒന്നല്ലട്ടാ, എന്നാലും ഞാൻ ആൾക്കാർ പോണോണ്ട് അതന്നെ ഞാൻ പറഞ്ഞ. ഓക്കെ ഓക്കെ ഓക്കെ, ആദ്യം തന്നെ ഉള്ളത് സിയുടെ ഫോൺ. എന്റെ ഫോണാണ്. അതിലുള്ളത് ഞാനാണ്. കാണിക്കൂ. അതെ, അതിനാണ് ഞാനത് ഈ ഫോട്ടോ എടുത്താൽ ചരിത്രം പറയുന്നത് കുറെ. അതെ, ഈ ഫോട്ടോ, ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടാനായിട്ട് ഗൈസ് ഒരു പക്ഷെ ഇത് അധികം സമയം എടുത്തില്ല. ഇടി മറ്റേ 1 മണിക്കൂറോളം നമ്മള് വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോ എടുത്തത്. അതായത് നമ്മള് ക്രിസ്മസിന് എടുത്തതാണ്. ക്രിസ്മസ് അല്ല, ന്യൂ ഇയറിന്. ക്രിസ്മസിന് എടുക്കാന്ന് വിചാരിച്ചു, പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ല. അവസാനം ന്യൂ ഇയറിന് എടുത്തു. ഓക്കെ, നെക്സ്റ്റ് പിന്നുള്ളത് ലിപ്സ്റ്റിക് ആണ്. ഇത് രണ്ടും ലിന്നിന്റെ ആണ്. ഇത് രണ്ടും എന്റെയാണ്. കാരണം ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ടാറ് വല്ലപ്പോഴും. അതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറായിട്ട് ഇടും. പറയാണ്ടത് അങ്ങനെ അങ്ങനെ. പിന്നുള്ളത് എന്റെ ഫോൺ. ഈടാ. ഓക്കെ ഓക്കെ. പിന്നുള്ളത് എന്റെ ഫോൺ. Teddy bear, just like her. I mean, a cuteness ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എല്ലായിടത്തും പോകുമ്പോൾ യൂസ് അന്ന് ഇരുന്നിട്ട് തള്ളിവിട്. അതെ, ഇപ്പൊ വീണാലോ നിനക്ക് കിട്ടിയപ്പോ. ചീപ്പല്ലേ അത് ലിന്നിന്റെ സ്വഭാവം. ഓക്കെ, ചീപ്പാണ് ഞങ്ങളുടെ മൂന്നാളുടെ സ്വഭാവം. ഞങ്ങൾ വളരെ ചീപ്പാണ്. അല്ല സോറി, അത് കട്ട് ചെയ്തോട്ടാ. എന്തിനാ അത് പറയാണ്ട് ആൾക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ആ ക്ലിപ്പ് മുടി കെട്ടി വെക്കാനാ? എന്റെ മുടി ഉണങ്ങിയിട്ടുണ്ടായില്ല, അപ്പൊ ഞാൻ അതിന് കെട്ടി വെക്കാൻ വേണ്ടിട്ട് എടുത്തതാണ്. പിന്നെ എന്തിനുള്ളത് കീ ആണത്. മയിൽ വാഹനത്തിന്റെ കീ. പിന്നെ പൊട്ടുണ്ട്, തൊടാണ് വെച്ചത്. അന്തേ പൊന്നുംകുടത്തിന് എന്തിനാ പൊട്ട് അല്ലേ? ഓക്കെ, പിന്നെ സിയാന്റെ പ്രോപ്പർട്ടി. യെസ്, ദാറ്റ്സ് മൈ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ്. ഏതാണെന്ന് മാത്രം ചോദിക്കരുത്. അറിയില്ല, അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. പിഗ്മെന്റഡ് ലിപ്സിന് പറ്റിയ ലിപ്സ്റ്റിക് ആണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഓക്കെ ഓക്കെ, ടവൽ. സ്ക്രഞ്ചീസ് ഇത്രേ ഉള്ളൂ. അതുണ്ട്. പിന്നെ സാനിറ്ററി കാർഡ് അത് കാണിക്കുന്നു. ഓക്കെ ഓക്കെ.
മൊത്തത്തിൽ സാധനങ്ങൾ കുറവാണ്. കഴിഞ്ഞ ഇന്ന് ഇവിടെ വരെയല്ലേ വരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ ഡ്രസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ടിഷ്യൂ ഉണ്ട് നമ്മള്. ടിഷ്യൂ. വൈബ്സ്. ഓക്കെ, അപ്പൊ എന്റെ ഫോൺ അതിൽ വെക്ക്. ഓക്കെ, എന്റെ അവസ്ഥ guys. ഇത് വെക്കാൻ പറഞ്ഞാൽ അത് വെക്കണം. അതെ. അതിട്ട് അല്ല, ഞങ്ങൾ ചില സമയത്ത് ദൂരെ എന്താ പറയാ കുറച്ചധികം ദൂരേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം കുപ്പിയൊക്കെ എടുക്കും. അത് 2 വെള്ളം കുപ്പിയൊക്കെ എടുത്ത് ഞങ്ങൾ ലിന്റെ ബാഗ് ഇടാൻ കൊടുക്കും. ലിന്റെ വഴി മൊത്തം പരാതിയായിരിക്കും, നിങ്ങള് മാരിയാക്കി ബാഗ് എടുത്തിട്ട്. പക്ഷെ നമ്മള് മാറി പിടിക്കാറുണ്ട്. കൂടി പോയപ്പോ എന്നോട് ബാഗ് എടുക്കാൻ പറഞ്ഞു guys. അതാണ് എന്റെ ബാഗ് എടുക്കാൻ. എന്റെ ബാഗ് നമ്മള് കനകമല പോയിപ്പോ നമ്മള് ബാഗ് പക്ഷെ നമ്മള് മാറി മാറി പിടിച്ചു. 3 വാട്ടർ ബോട്ടിലാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ അല്ല എടുത്ത ബാഗ്. ആ അല്ല, ബാഗ് നിന്റെ എടുത്തേ. വെള്ളം കുപ്പി ഞാൻ എടുത്തേ. ബാഗ് എന്നിട്ട് ഞാൻ ഇട്ടു. റിനിയുടെ ബാഗ് ഇട്ടു. നമ്മള് മാറി മാറി ഇട്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് അലീനയുടെ പേഴ്സ്. പേഴ്സില് മെയിൻ കളിയില് ആദ്യത്തെ കളിയിൽ തന്നെ പേഴ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? പേഴ്സ് ഏതോ ഒരു കടയിൽ നിന്ന് കിട്ടി പോകും. ഇല്ല ഒരു 3-4 കൊല്ലമായിട്ട് വാങ്ങിച്ചത്. അതായത് എനിക്ക് ATM കാർഡും സാധനങ്ങളൊക്കെ കിട്ടി. ഇതാണ് ആ പേഴ്സ്. ഏത് പേഴ്സ്? മറ്റേ ഹൂ നോസ് മീ ബെറ്ററിൽ ചോദിക്കുന്ന പേഴ്സ്. എന്റെ പേഴ്സിന്റെ കളർ ഏതാണ് എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നു പിങ്ക്. ഞാൻ പറയുന്നത് എനിക്കറിയില്ല. ആ പേഴ്സ് ആണ് ഈ പേഴ്സ്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ. 3-4 കൊല്ലമായി വാങ്ങിച്ചിട്ടത്. ഇവിടെ അറിയുന്ന കാലം തൊട്ട് കാശ് കാശ് കാശ്. ഫസ്റ്റ് കീ, നമ്മുടെ വണ്ടിയുടെ കീ. വണ്ടിയുടെ കീ, പിന്നെ കൊച്ച് കാശ്. 100 രൂപ, 50 രൂപ, 10 രൂപ, 500 രൂപ. അപ്പൊ ഇന്ന് അലീനയുടെ വക ട്രീറ്റ്. പിന്നെ ലിപ്സ്റ്റിക്. അത് മാർച്ചിന്റെ ലിപ്സ്റ്റിക് ആണ്. എന്റെയും അവളുടെ സെയിം കമ്പനിയാണ് guys. ഇപ്പോഴാണ് ഞാൻ അത് ആക്ച്വലി എന്റെ ലിപ്സ്റ്റിക് ആണ് ഗൈസ്. അതെ. എന്തിനാണ് അവള് സീ എടുത്തിട്ടുണ്ടാ. ഇത് എനിക്ക് ഇവര് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പൊ മാർച്ചിന്റെ ലിപ്സ്റ്റിക് അതെ. ഈ ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഈ ടോപ്പിൽ ഏതെങ്കിലും 2 എടുത്ത് വെക്കണല്ലോ. എപ്പോഴാ എന്തെങ്കിലും ആവശ്യം വരാന്നൊന്നും പറയാൻ പറ്റില്ല. ഇതില് ക്യാഷ് നോട്ട്, പിന്നെ ഇതില് ചില്ലറകള്, അത്രേ ഉള്ളൂ. ഈ കളിയിൽ അത്രേ ഉള്ളൂ. സിബൊക്കെ പൊട്ടി. Then പിള്ളേര് ഫുള്ളാൻ വൈകിലാണ്. കൊച്ചിപ്പോ കരയും. അങ്ങനെ ഓക്കെ. ജോഗിങ്ങിനും കൂടി വരുന്ന സ്ഥലമാണ്. സ്കേറ്റിങ്ങിനും ഇവിടെ കൊറേ സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും. ചാലക്കുടി കലാഭവമണി പാർക്ക്. കലാഭവമണി പാർക്കാണ്. ആംബിയൻസ് ഉള്ള ഈ രാത്രി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് അടിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഇവിടെ കേറാന്ന് വിചാരിച്ചു. ചുമ്മാ ഇവിടെ ഇങ്ങനെ കുറച്ച് വൈബും പിന്നെ അത്യാവശ്യം ഇവിടെ കളക്ഷനും ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കുറച്ചു നേരം വന്നിരുന്ന് ഫാമിലിയും ഫ്രണ്ട്സും കിഡ്സും, അതായത് ഇവിടെയുള്ള എല്ലാവരും വൈകുന്നേരം പിള്ളേരെയും കൊണ്ട് പിള്ളേർക്ക് റിലാക്സേഷൻ, അവരുടെയും ജോലിയൊക്കെ ആയിട്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ടാവും. ഗൈസ്, ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. സ്കേറ്റിംഗ് ചെയ്യണവരുണ്ട്. അതുപോലെ നമ്മൾ പതുക്കെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയായിരുന്നു. ബാക്കിയുള്ളത് പറഞ്ഞു. ഇനി ഇതിന്റെ വേറെ ബി നല്ല പറ. ഇല്ല, അതിനകത്ത് അലീനയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഫെയർവെല്ലിന് എടുത്തൊരു ഫോട്ടോ. ഇതായിരുന്നു. പിന്നെ ഇതാ എന്റെ പാൻ കാർഡ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചില്ല. ഇതെന്റെ ആധാർ കാർഡ്. ദാലിനയുടെ സ്വന്തം ഫോട്ടോ, സ്വന്തം ബസ്സിൽ സ്വന്തം പേഴ്സിന്റെ സെയിം കളറുള്ളത്. ഓക്കെ, അതെ, മാച്ചിങ് ആയിട്ട് വെച്ചതാ. ഓക്കെ. അപ്പൊ പാൻ കാർഡ്, ആധാർ കാർഡ്, 2 ATM കാർഡ്. റിച്ച് തന്നെ. ATM കാർഡ് ഞങ്ങൾക്കുള്ള ചെലവാണ് guys. ഞങ്ങൾ പറയുന്നു അവിടെ ചെന്ന് കഴിയുമ്പോ അവള് എന്ത് നമുക്ക് കാശ് കാണുമ്പോ ശരിക്കും എന്ത് വേണമെങ്കിലും വാങ്ങിച്ചത്. പക്ഷെ എന്ത് സാധനം വാങ്ങിച്ചില്ല. ഒന്നില്ലെങ്കിൽ ഷവർമ, അല്ലെങ്കിൽ ലോഡഡ് ഫ്രൈസ്. ഇതാണ് നമ്മളെവിടം വരെ പറഞ്ഞപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു ഗൈസ്. അതെ. പറഞ്ഞോ. ഈ ഒരു ഇതില് ഫോട്ടോ, പാൻ കാർഡ്, ആധാർ കാർഡ്, 2 ATM കാർഡ്. അത് 2 ബാങ്കിന്റെ. പിന്നെ ഈ ഒരു കളിയില് മനസ്സിലാക്കേണ്ട കാര്യം ഈ ബസ്സിനുള്ളിൽ കുറെ സാധനങ്ങളുണ്ട്. അതെ, എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നാൽ ഞാൻ ഈ പേഴ്സും കൊണ്ട് എപ്പോഴും എല്ലായിടത്തേക്കും പോകാറ്. സോ ആധാർ കാർഡ് ഉണ്ട്. ഈ പേഴ്സ് കാണാണ്ടായി കഴിഞ്ഞാ പ്രശ്നമാണ്. അലീനയുടെ കാര്യം അധോഗതി. എന്റെ ലൈസൻസ്, പിന്നെ അതിലും ഒരു സേഫ്റ്റിക്ക് കാശ് എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ. ഇനി തൊട്ട് നേരെ ഇവിടത്തെ കളികള് 2. ഇതെന്തോരം കള്ളി പേഴ്സില്. അതെ, ഞാൻ ഭയങ്കര നോക്കി സെലക്ട് ചെയ്തെടുത്ത.
പേഴ്സായിരുന്നു. അതായത് എനിക്ക് ഇത്രയും സാധനങ്ങൾ വെക്കാൻ വേണം ആൾക്കാര് നോക്കിപ്പോണം. ഒരു ഇത് ഞാൻ നോക്കിയെടുക്കാം. സോ ഇനി ഇതില് ഹോസ്പിറ്റലിന്റെ നമ്മള് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോ നമ്പറിന് എടുക്കില്ലേ കാർഡ്, ഹോസ്പിറ്റലിന്റെ കാർഡ്, പിന്നെ എന്റെ ID കാർഡ് അത് ഞാൻ പേഴ്സിലാണ് വെച്ചേക്കണേ, കോളേജിന്റെ. അപ്പൊ അത് പിന്നെ ഒരു ATM കാർഡും കൂടി ഉണ്ട്. അത് എന്റെ അല്ല, അത് പപ്പയുടെയാ, വർക്കിംഗ് അല്ല. ആ കാർഡ് ഞാൻ എടുത്ത് വെച്ചേക്കണം. ലിന്നിന് വിഷമായ കാർഡില്ലാത്തതിന് ലിന്നൊരു സൈഡിലേക്ക്. പിന്നെ ഇവിടെ അതെന്താ? പിന്നെ ഇവിടെ കള്ളികളുണ്ട്, പക്ഷെ ഒന്നും വെച്ചിട്ടില്ല. വലിയ ഉപകാരം. ഇതെല്ലാ കള്ളിയിലും കുത്തിക്കേറ്റിട്ട് എന്തോ സാധനങ്ങളാ. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ പേഴ്സ് നോക്കി സെലക്ട് ചെയ്തിട്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ വെക്കാനായിട്ട്. അപ്പൊ എന്റെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ടാവും. എന്നിട്ടാന്ന് ഒന്നോട് പറഞ്ഞേ, പറ. ജീവൻ വേണോനാണെങ്കിൽ ഇവിടുന്ന് മാറിക്കോന്നൊക്കെ. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്റെ പേഴ്സിന്റെ അകത്ത്. എനിക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഇതിലുണ്ടാവും. അതെ. അപ്പൊ ഞാൻ ഇവിടെ പോയാലും പേഴ്സും. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഈ പേഴ്സ് ഇവിടെന്ന് കാണാണ്ട് ഒളിപ്പിച്ച് വെക്കാം. അത് നിങ്ങൾക്ക് വല്ല കടയിൽ കയറിയിട്ട് GPay വർക്ക് ചെയ്തില്ലെങ്കിൽ കാർഡ് ഇതിലുള്ളൂ. നമുക്ക് ഒരു ദിവസം പ്രാങ്ക് ചെയ്യാട്ടോ ഇത് കാണാൻ. അവടി കൊല്ലന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമ്മുടെ വാട്ട്സ് ഇൻ യുവർ ബാഗ് എന്റെ ബാഗിലും ടെക്നിക്കലി പക്ഷെ ഞങ്ങളുടെ സാധനങ്ങളാണ്. അതെ, അങ്ങനെ ഞങ്ങളുടെ ബാഗിൽ എന്ത് സാധനങ്ങൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഞാൻ കടയിലുള്ളത്. പല സ്ഥലത്തേക്ക് പോകുമ്പോൾ പല സാധനങ്ങളായിരിക്കും. അങ്ങനെ എന്റെ ലിപ്സ്റ്റിക് എപ്പോഴും എല്ലാവരുടെ ബാഗിലും. പല സ്ഥലത്തും പല സാധനങ്ങളായിരിക്കും. വാട്ട് യു മീൻ ബൈ ദാറ്റ്? അതായത് ഓരോ സ്ഥലത്ത് പോണേ കുതു ഓരോ സ്ഥലത്ത് പോണതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബാഗിൽ കാര്യം കൂടുതലോ ആണോ കുറവാണോ അങ്ങനെ. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. വാട്ട്സ് ഇൻ അവർ ബാഗ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഗൈസിനെ കാതൂത്തി. അതെ, CS കൺസിഡർ ഊത്തി. അതിന്റെ ഒരു അടിപൊളി വീഡിയോ ഞങ്ങള് ഇതിന്റെ കൂടെ സൈഡിലാണ്. ചെറിയൊരു ഷോർട്സ് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ സൈഡിൽ ഞങ്ങൾ ഇടാം. ഓക്കെ, അപ്പോ അതെനിക്ക് മനസ്സിലായില്ല. പേഴ്സിൽ ഇതിന്റെ ബാഗിൽ കയറ്റാൻ പോകും. അതേ നടക്കുള്ളൂ. ഇനി എന്റെ ബാഗ് ഇവരായിരിക്കും ഇടുന്നത്. ഓക്കെ, ഇതിനിടും. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ ഇരുട്ടായി തുടങ്ങി. നമ്മൾ ഇവിടുന്ന് പോവാണ് അല്ലേ? നമ്മളിവിടുന്ന് പോവല്ലേ? നമ്മളിവിടുന്ന് പോവാണ്. അപ്പോ അങ്ങനെ അപ്പൊ ഞങ്ങളുടെ ബാഗിൽ എന്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ലിനിന്റെ ബാഗിലും അലീനയുടെ പേഴ്സിലും എന്തൊക്കെയാണ് മനസ്സിലായിണ്ടാവും. ഓക്കെ, അപ്പോ യാ ദാറ്റ്സ് ഇറ്റ്. നീ അനക്ക് എന്നിട്ട് ചേച്ചി ഒരു മിനിറ്റ് കുത്തിയാ ചേച്ചി കറക്റ്റ് ആട്ടല്ലേ അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞേ.